ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ വെയർ ചെയ്യുന്നത്. ഒരു മെറൂൺ കളറ് സാരിയും ഒരു ഏഷ് കളറ് ബ്ലൗസാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് സാരി വന്നിട്ട്? നല്ല ഒരു എനിക്ക് മെറൂൺ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി ഫേസ് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടോണറായിട്ട് റോസ് വാട്ടറാണ് ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ മേക്കപ്പ് തുടങ്ങണം. ആദ്യം ക്ലെൻസ് ചെയ്യാൻ വിട്ടു വരുന്നത് കേട്ടോ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് മാത്രം കേട്ടോ. ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 5% നയാസിനമൈഡ് ഡെയിലി സെറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ മുടി കുറച്ച് ഡിസ്റ്റർബായിരുന്നു കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രാബ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഓയിലി സ്കിന്നുകൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നല്ലൊരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനിവിടെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേഗയുടെ ലിപ് ബാമാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു എന്താ പറയുക ലിപ് ബാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം ഒന്നായിട്ടില്ല, ഒരു 2 ആഴ്ചയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ മാറ്റമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തുടക്കത്തിലായ കാരണമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ നമ്മളുടെ ലിപ് പാലറ്റ് എടുത്തിട്ട് അതിൽ ഒരു റെഡ് ഷെയ്ഡ് ഐഷാഡോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ സാരിക്ക് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് അങ്ങോട്ട് മേക്കപ്പ് എടുത്ത് നിൽക്കുന്ന രീതിയിലായിട്ട് എനിക്ക് ചെയ്യണത് അത്രയ്ക്കാണ്ട് ഇഷ്ടമില്ല കേട്ടോ. ഈ എന്താ പറയുക, ഐഷാഡോ ആണെങ്കിൽ പോലും വളരെ ലൈറ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. അത് ഒരുപാട് ആയിട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. അപ്പോൾ ഞാൻ വളരെ കുറച്ചായിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടായിട്ട് മുന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അത് വന്നിട്ട് നമ്മൾ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാ ഷെയ്ഡ് എന്നൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ബെറി ബ്ലാസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് കഴിഞ്ഞു, ഇത് ഭയങ്കരമായിട്ട് വറ്റി വരാണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാ ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ, ഹിമാലയയുടെ ഒരു ടാൽക്കം പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പുട്ടിയടി കാര്യങ്ങളൊന്നും കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരുങ്ങിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെ ഒരുങ്ങാറ് അത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് എന്താ പറയുക, ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മസ്കാര ആണ് ഇടുന്നത്. അങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐലൈനർ എന്നെ കാണാനില്ല, അത് കാരണം ഞാൻ ഐലൈനർ ഇടാതെയാണ് പോയത്. അല്ലെങ്കിൽ മുകളിൽ മാത്രമായിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഐലൈനർ കാണാത്ത കാരണം ഞാൻ മസ്കാര മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് 2 കണ്ണിലും ഇതേപോലെ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മസ്കാര ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ പോലെ തോന്നും. അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടേക്ക് പോകുമ്പോഴും അതെ തന്നെ മസ്കാര തീരെ സ്കിപ്പ് ചെയ്യാത്തൊരായിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കമ്മലിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ടോ, ഏത് കമ്മൽ ഇടണം എന്നുള്ളത്. ഇതാണോ നേരത്തെ കാണിച്ചതാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ വന്നു. എന്തായാലും നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഇട്ട് നോക്കിയിട്ടോ. അങ്ങനെ 2 ഇട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഏത് കൂടുതൽ എനിക്ക് ഭംഗി തോന്നി വെച്ചെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് ഈ കമ്മലാണ് കേട്ടോ. ഇതൊന്നും കൂടി മാച്ചായിട്ട് തോന്നി. മാത്രമല്ല മറ്റേത് എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി. ഈ ഒരു സാരിക്ക് കുറച്ചും കൂടി ഓവറായിട്ട് തോന്നി കേട്ടോ. അത് കാരണം ഞാൻ ഈ ഒരു കമ്മലാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏതാ എനിക്ക് കൂടുതൽ ഇഷ്ടമായി ബെറ്റർ എന്നുള്ളത് നിങ്ങളൊന്ന് പറയട്ടെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ മുടികെട്ടലാണ് കേട്ടോ. മുടികെട്ടിൽ പിന്നെ എന്നത്തെയും പോലെ തന്നെ കുറച്ച് മുടി ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ക്രാബ് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പൊട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ.
അങ്ങനത്തെ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഹെയർ സ്റ്റൈലും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നമ്മൾ ചുരിദാർ, സാരി അങ്ങനെ നാടൻ ലുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. സിമ്പിളായിട്ട് അതാണെങ്കിൽ വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഇതാ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി അങ്ങനെ മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ദേ ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഇത് ഏകദേശം ഒരു 3 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ സാരി വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊരു വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.